ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങൾ ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണമെന്ന് കരുതുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർ, അതല്ലെങ്കിൽ മരുമക്കൾ, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ബാങ്കിങ് മേഖലയിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നിങ്ങൾ അവരോട് പറയണം. കാരണം സമൂഹത്തിൽ പലരും പരത്തിവിട്ടിരിക്കുന്ന ബാങ്കിങ് മേഖലയെ പറ്റിയുള്ള വ്യാകുലതകളെല്ലാം പിള്ളേരെ അതിൽ നിന്നൊക്കെ വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഒരു അമേസിങ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിങ് എന്നുള്ളത് പറയാതെ വയ്യ. കാരണം സമൂഹത്തിലുള്ള ഏത് തരത്തിലുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റും ബാങ്കിങ് സഹായം കൂടിയേ തീരൂ എന്നറിയുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബാങ്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാവുക, അതിൻ്റെ ഒരു HR ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായി കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇക്കോണമിക്ക് എന്നുള്ളതാണ് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ ആ ജോലി ആസ്വദിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു കഴിവുള്ള എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ. ഇപ്പം മിക്കവാറും വിവിധ വലിയ ബാങ്കുകളൊക്കെ തന്നെ ഒന്നുകിൽ റീജിയണൽ ബാങ്കിങ് ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ ലോക്കൽ ബാങ്കിങ് ഓഫീസേഴ്സിനെയോ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ SBI റീജിയണൽ ബാങ്കിങ് ഓഫീസേഴ്സിനെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ കേരളീയൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ബാങ്ക് ജോലിയാണ് റീജിയണൽ ബാങ്കിങ് ഓഫീസറുടേതെന്ന് പറയാം. സാധാരണ ബാങ്ക് PO ആയിട്ട് കയറുമ്പോൾ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യണം. ഇവിടെ ലോക്കൽ ബാങ്കിങ് ഓഫീസറായി കയറുമ്പോൾ ഏത് ലൊക്കാലിറ്റി അല്ലെങ്കിൽ റീജിയനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ ജോലി ചെയ്യാനുള്ളൊരു സൗകര്യമാണ് കിട്ടുന്നത്. അതിൽ കണ്ടീഷൻ, ഒരു നെഗറ്റീവ് കണ്ടീഷൻ പോലെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇവിടുന്ന് മറ്റ് സർക്കിളുകളിലേക്കും മറ്റും ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ മിനിമം 12 വർഷം ജോലി ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള വേക്കൻസിയിൽ തന്നെ ജോലി കിട്ടിയിട്ട് 12 വർഷത്തോളം അവിടെ തന്നെ ജോലി ചെയ്യാനുള്ളൊരു സാധ്യതയായിട്ട് പോസിറ്റീവായും അതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് കണ്ടില്ല എന്ന് നടിക്കരുത്. തീർച്ചയായിട്ടും വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം സാധാരണഗതിയിൽ ഒരു SBIയുടെ PO ലെവലിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ടു ദ കമ്പനി 18+ lakhs per annum ആണ് പാക്കേജിൽ വരുന്നത്. നമുക്ക് കയ്യിൽ കിട്ടുന്നതല്ല, കമ്പനിയുടെ ബാക്കിയുള്ള ചിലവുകൾ നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം കൂട്ടുമ്പോൾ ഒരു വർഷം 18 ലക്ഷത്തിൽ കൂടുതൽ രൂപ ആ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ബാങ്ക് ചിലവാക്കുന്നുണ്ട്. ലീവുകളുണ്ട്, അല്ലേ? ലീവ്, ട്രാവൽ അലവൻസുകൾ, അങ്ങനെയുള്ള മറ്റെല്ലാം ഉണ്ട്. അതുകൊണ്ട് ബാങ്കിങ് മേഖല ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്, നല്ലൊരു കരിയറാണ്. എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം. അന്വേഷിച്ചിട്ട് പറ്റില്ല എന്ന് തീരുമാനിച്ച് ഒഴിവാക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ട് വേണ്ടെന്ന് വെച്ചാലേ ഈ ഏജ് അങ്ങ് കഴിഞ്ഞു പോകും. പിന്നീട് നമുക്കിത് അപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോൾ അന്ന് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വിവരം എന്തെങ്കിലും ഇത്തരം അവസരങ്ങളെ പറ്റി അറിയണമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. So wish you all the best. Have a great day, my dear friends.